ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, അതെ, ഇവിടെ ഞാനേ കുറേ ദിവസമായിട്ട് ആലോചിക്കുക ഷിൻചാന് ഒരു സർപ്രൈസ് കൊടുത്താലോ എന്ന്. ഇന്നപ്പോൾ നമുക്ക് ഷിൻചാന് ഒരു സർപ്രൈസ് കൊടുക്കാം. ഷിൻചാൻ പിന്നെ വീട്ടിലില്ലേ? അവൻ വീട്ടിൽ വരുമ്പോൾ എന്തായാലും ഞെട്ടിപ്പോവും. ഒരു സാധനം ഞാൻ അവനെ വാങ്ങിച്ചു കൊടുക്കാൻ പോവാ. ഞാനിപ്പോൾ അവിടെ ഷോറൂമിൽ വന്നേക്കാ. ഞാൻ പിന്നെ അവനെ ഒരു കാറാണ് വാങ്ങിച്ചു കൊടുക്കാൻ പോണേ. അത് പക്ഷേ ഒരു സൂപ്പർ കാറൊന്നുമല്ല. സൂപ്പർ കാറല്ല, SUV അല്ല, ഒരു വെറൈറ്റി വണ്ടിയാ. അത് കണ്ടു കഴിഞ്ഞാൽ ഷിൻചാൻ എന്തായാലും ഞെട്ടിപ്പോവും. ഹലോ ചേട്ടാ, എന്തായി? ഞാൻ ഇന്നലെ ഒരു വണ്ടിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റെഡി ചെയ്യാ. ആടെ ജാക്കെ, ആ ഷിൻചാൻ്റെ സ്പെഷ്യൽ കാറല്ലേ, അത് റെഡി ഉണ്ട്. ആ കാർ ഇപ്പം നിനക്ക് തരാം. പക്ഷേ അതിൻ്റെ പകരമായിട്ടേ നീ എനിക്ക് ഒരു മോഡിഫൈഡ് കാറ് കൊണ്ടുതായോ. അതും ഒരു മോഡിഫൈഡ് സൂപ്പർ കാറ്. മോഡിഫൈഡ് സൂപ്പർ കാർ തരാണെങ്കിൽ നിനക്ക് ആ ഷിൻചാൻ്റെ സ്പെഷ്യൽ കാർ തരാം. മോഡിഫൈഡ് സൂപ്പർ കാറാ? അതൊക്കെ വേണ? അത് ഇച്ചിരി അധികമല്ലേ? എന്നാ ശരി, ചേട്ടന് ഞാൻ മോഡിഫൈഡ് സൂപ്പർ കാർ കൊണ്ടുതരാം. ഗൈസ്, ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിലേ ഒരു സൂപ്പർ കാർ ഉണ്ട്. ഇത് പിന്നെ ലംബോർഗിനിയാ. ലംബോർഗിനി പിന്നെ നൈസ് കാറാണ്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഈ കാണുന്ന ലംബോർഗിനില്ലേ, അത് പെടയായിട്ട് മോഡിഫൈ ചെയ്യാം. എന്നിട്ട് ആ ചേട്ടന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ ചേട്ടനെ നമുക്ക് ആ ഷിൻചാൻ്റെ സ്പെഷ്യൽ കാർ തരും. പിന്നെ ഷിൻചാന് സർപ്രൈസ് കൊടുക്കാം. ഇവിടെ പിന്നെ അടുത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അത് പിന്നെ ബെന്നിയുടെ വർക്ക്ഷോപ്പാണ്. നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. ബെന്നി പിന്നെ എല്ലാ വണ്ടികളും പെടയായിട്ട് മോഡിഫൈ ചെയ്യും. ബെന്നി പിന്നെ എൻ്റെ ഫ്രണ്ടാണ്. അവൻ പിന്നെ ഫ്രീ ആയിട്ട് ചെയ്യും. അതുകൊണ്ട് കുഴപ്പമില്ല, വില ചിലവൊന്നുമില്ല. അപ്പം ഇതാണ് ബെന്നിയുടെ വർക്ക്ഷോപ്പ്. ഈ വണ്ടി നമുക്ക് പെടയായിട്ട് മോഡിഫൈ ചെയ്യാം. ആദ്യം ഈ വണ്ടിയുടെ കളർ മാറ്റാം. കളറ് റെഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്ലാസ് ടിൻ്റ് അടിക്കാം. അതും റെഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കാറിൻ്റെ അലോയ്സ് ഒക്കെ മാറ്റാം. ഏത് അലോയ്സ് കൊടുക്കുക? ഈ കാണുന്ന അലോയ്സ് വലിയ കുഴപ്പമില്ല. അലോയ്സിന് ഞാൻ പച്ച കളർ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അലോയ്സിൻ്റെ സൈസും കൂട്ടാം. ഈ ഷോറൂമിലെ മാനേജറില്ലേ, അയാൾക്ക് ഇങ്ങനത്തെ കാറുകളാണ് ഇഷ്ടം. അയാൾക്ക് വലിയ ടയറുള്ള വണ്ടിയാണ് വേണ്ടേ. ഇനിയിപ്പോൾ വണ്ടിയിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാം. സ്റ്റിക്കറും കിടന്നോട്ടെ, വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഫ്രണ്ടിൽ, സൈഡിൽ, ബാക്കിൽ, മുകളിൽ എല്ലായിടത്തും സ്റ്റിക്കർ ഒട്ടിക്കാം. ഇനിയിപ്പോൾ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ സ്മോക്കിൻ്റെ കളർ റെഡ് കൊടുക്കാം. തൽക്കാലം ഇത്രയൊക്കെ മതി. നമ്മളങ്ങനെ വണ്ടിയിലേ അത് പെടയായിട്ട് മോഡിഫൈ ചെയ്തു. അയ്യോ, ഇതിപ്പോൾ ഒന്നുണ്ടായേ. ഞാൻ അറിയാണ്ട് ഒരാളെന്നെ വണ്ടി ഇടിച്ചു കൊന്നു. ഇപ്പോൾ പോലീസുകാർ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. എനിക്ക് 1 സ്റ്റാർ വാട്ടർ ലെവൽ കിട്ടിയേ. ഇനിയിപ്പോൾ പോലീസുകാരെ എൻ്റെ പിന്നാലെ വിടില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവന്മാരെങ്ങ് തീർത്തളയാം. ഒരാളിനും ബാക്കിയേക്കണ്ട. ചാവടങ്ങോട്ട്, ചാവ്. ഇവന്മാരുടെ വിചാരേ എന്നെ സുഖമായിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഇവർക്ക് അറിയില്ലല്ലോ ഞാൻ ഈ സിറ്റിയിൽ വലിയൊരു ഗ്യാങ്സ്റ്ററാന്ന്. എന്നിട്ടായാലും എല്ലാത്തിനും തീർത്തളയാം. ഓക്കെ, ഇവിടെ ഞാനേ എല്ലാത്തിനും തീർത്തളഞ്ഞു. ഒരാളിനും ബാക്കിച്ചില്ല. നമ്മുടെ വണ്ടിക്ക് പിന്നെ ഒന്നും സംഭവിച്ചില്ല കേട്ടാ. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നേരെ ഷോറൂമിലേക്ക് പോവാം. ഈ കാറില്ലേ, അത് ഷോറൂമിൻ്റെ മാനേജറിന് കൊടുക്കാം. അന്നേരം നമുക്ക് ഷിൻചാൻ്റെ സ്പെഷ്യൽ കാർ കിട്ടും. ഗൈസ്, അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കിന്ന് നേരെ ഷോറൂമിലേക്ക് പോവാം. ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ മോഡിഫൈഡ് കാർ കൊണ്ടുവന്നു. ഇത് പിന്നെ ഒരു മോഡിഫൈഡ് ലംബോർഗിനിയാ. എങ്ങനെയുണ്ട്? മോഡിഫൈഡ് ലംബോർഗിനിയാ? എടാ ജാക്കെ, ഇത് കൊള്ളാലോ. ഈ കാറ് നൈസായിണ്ട്, ഒരു രക്ഷയില്ല. എനിക്കത് ഇഷ്ടമായി. എടാ ജാക്കെ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്. ആ ഷിൻചാൻ്റെ സ്പെഷ്യൽ കാറില്ലേ, അതിൻ്റെ ഡെലിവറി എടുത്തോ. ആ കാറ് ഷോറൂമിൻ്റെ ബാക്കിലുണ്ട്. ആണോ? എന്നാൽ ശരി, ഞാൻ പോയിട്ട് ആ കാറിൻ്റെ ഡെലിവറി എടുത്തോളാം. ഗൈസ്, ഇതുണ്ടില്ലേ, ഇതാണ് ഷിൻചാൻ്റെ സ്പെഷ്യൽ കാറ്. ഈ കാറിന് പിന്നെ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടാ. എന്നിട്ടായാലും നൈസായിണ്ട്, ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ കാറ് ഷിൻചാന് കൊടുക്കാം. ഷിൻചാന് ഇത് കണ്ടിട്ട് എങ്ങനെയാണോ റിയാക്ട് ചെയ്യുക, അതെനിക്കൊന്ന് കാണണം. നമുക്കപ്പോൾ ഈ കാറും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാം. ഈ കാർ ഇനി മോഡിഫൈ ചെയ്യണ? മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കാറ് ഓൾറെഡി മോഡിഫൈഡാ. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാം. ഈ കാറ് നമുക്ക്
ഇവിടെ പാർക്ക് ചെയ്യാം. എടാ ഷിൻചാനെ, പുറത്തേക്ക് വാ. ഞാൻ നിനക്കേ ഒരു സാധനം കൊണ്ടുവന്നുണ്ട്. വേഗം വായോ, വന്ന് നോക്ക്. ഷിൻചാൻ വീട്ടിലില്ലേ? ജാക്കണ്ണ, എന്താ വിളിച്ചേ? എടാ ഷിൻചാനെ, നീ ഇവിടെ ഉണ്ടായിരുന്നാ? അതെ, നിനക്ക് ഞാനേ ഒരു സർപ്രൈസ് കൊണ്ടുവന്നുണ്ട്. ഒന്ന് പുറത്ത് പോയിട്ട് നോക്കി നോക്കിയേ. അത് കണ്ടാലേ നീ എന്തായാലും ഞെട്ടിപ്പോവും. സർപ്രൈസാ? എനിക്കാ? ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കി നോക്കട്ടെ. ഓ, ഷെൻ്റെ പൊന്നെ ഗൈസ്, നോക്കിയേ, ഇവിടെ ഒരു കാറുണ്ട്. എൻ്റെ ഷേപ്പിലുള്ള കാറ്. ജാക്കണ്ണ, ഈ കാറ് എവിടെ നിന്ന് കിട്ടിയേ? സംഭവം നൈസ് കഴിഞ്ഞിട്ടാ, ഒരു രക്ഷയില്ല. ഞാൻ ഈ കാറൊന്ന് ഓടിച്ചു നോക്കട്ടെ. ഗൈസ്, ഇതുണ്ടില്ലേ, ഇത് ഷിൻചാൻ്റെ സ്പെഷ്യൽ കാറാ. ജാക്ക് എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാ. ഓ, ഇത് കൊള്ളാണ്ടാ. ഈ സർപ്രൈസ് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ജാക്കണ്ണ, താങ്ക് യു അണ്ണാ. ഗൈസ്, അതെ, നമുക്കിനി ഈ കാറില്ലേ ഒന്ന് ഓടിച്ചു നോക്കാം. എനിക്ക് എന്തായാലും ഈ കാറ് ഇഷ്ടമായി, ഒരു രക്ഷയുമില്ല. എന്തെങ്കിലും ആവട്ടെ ഗൈസ്, അപ്പോൾ ഇതോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ കൂടെ സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.